നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശാരദേ, നീയാണ് ശാരദാംബ. ഇങ്ങനൊരു വേഷം തിളച്ചു മറയുന്ന ചൂട്, ക്യാമറയും ലൈറ്റ്സും എല്ലാം കൂടി ഉരുകി തീരുന്നൊരു അവസ്ഥ. ആ അവസ്ഥയിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അസഹ്യമായ വിയർപ്പ് കണങ്ങൾ ഒഴുകി ഇറങ്ങിയാണ്. അതുകൊണ്ടാണ് ഈ നേരിയത് മൂടി പുതച്ചുകൊണ്ട് ഈ കവിതയെക്കുറിച്ച് നിങ്ങളോട് പറയാം എന്ന് ഞാൻ കരുതിയത്. കുടജാദ്രിയിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം, അവിടുത്തെ വശ്യസുന്ദരമായ പ്രകൃതി. ശങ്കരപീഠത്തിനടുത്തുള്ള അവിടെ നിന്ന് വീക്ഷിച്ചാൽ ഈ ബ്രഹ്മം, ഈ ലോകം മുഴുവനും നമുക്ക് കാണാൻ കഴിയും. അത്ര ചേതോഹരമായ കാഴ്ചയാണ്. പോയിട്ടില്ലെങ്കിൽ പോയി കാണേണ്ടത് തന്നെയാണ്. മതത്തിൻ്റെ പരിവേഷമല്ല, മറിച്ച് ഭക്തിയുടെ പരിവേഷം മനസ്സിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും. 6-7 തവണ ഒറ്റയ്ക്കും കുടുംബത്തോടൊപ്പമൊക്കെ എനിക്കവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരാവർത്തി മാത്രം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. പക്ഷേ ബ്രഹ്മത്തെ അറിയുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു പുരുഷായുസ്സിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേട്ടങ്ങൾ നേടിയാലും നേടിയില്ലെങ്കിലും കാലത്തിൻ്റെ കടന്നുപോകലിൽ നമ്മളും കടന്നു പോകും, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന ഒരു സൗന്ദര്യ നിദർശനമാണ് കുടജാദ്രി മലയും അവിടുത്തെ ശങ്കരപീഠവും. നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം. ഒരു രാത്രി നമ്മളൊന്ന് തങ്ങി നോക്കുക. പ്രകൃതി എത്ര സുന്ദരിയാണ്, പ്രകൃതി എത്ര വശ്യമനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവിടുത്തെ ഓരോ അനുഭവങ്ങൾ. അതേപോലെ ചിത്രമൂല എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളും 16,000 അടി താഴ്ചയിൽ അഗാധതയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വെപ്രാളം, മനസ്സിനുണ്ടാകുന്ന തോന്നൽ, മനസ്സിൻ്റെ ചിന്തകളെല്ലാം പലതാണ്. അവിടെയും സന്യാസി വര്യന്മാർ എല്ലാം ത്യജിച്ച് സന്യാസ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് സന്യാസ ജീവിതത്തിൻ്റെ വാതായനത്തെ മുറുകെ പുണർന്നുകൊണ്ട് അവിടെ തപസ്സ അനുഷ്ഠിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജീവിതമെല്ലാം, മനുഷ്യരുടെ സുഖസമൃദ്ധമായ ജീവിതമെല്ലാം വെടിഞ്ഞ് ശാന്തി തേടി, സമാധാനം തേടി, മനസ്സിനെ ഒരു പ്രത്യേക ബിന്ദുവിൽ എത്തിക്കുന്ന ഒരു കാഴ്ച. ഓരോ തപോഭൂമിയിലും ഓരോരുത്തർ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ, അത് അനുഭവിച്ച് തന്നെ അറിയണം. പലപ്പോഴും ഞാനിവിടെ പോയപ്പോഴും നമ്മുടെ മനസ്സിനെ മഥിക്കുന്ന ഒന്ന് പ്രകൃതീശ്വരിയുടെ വരദാനമാണ്. എത്ര കണ്ടാലും, എത്ര അവിടെ തമ്പടിച്ചാലും, അവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ രാവും നമുക്ക് തരുന്ന വിസ്മയങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനൊരു ശക്തി ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതിയ ഒരു കവിതയാണ് ശാരദേ, നീയാണ് ശാരദാംബെ. അതിലെ ചില വരികൾ നിങ്ങളെ ഞാൻ പാടിക്കേൾപ്പിക്കാം. ബ്രഹ്മത്തെ അറിഞ്ഞവനിവൻ എന്ന്, ബ്രഹ്മത്തെ അറിഞ്ഞവനിവനെന്ന്
ചൊൽക നീ പലവട്ടം എന്നോർമ്മയിൽ. ബ്രഹ്മത്തെ അറിഞ്ഞവനിവനെന്ന് ചൊൽക നീ പലവട്ടം എന്നോർമ്മയിൽ. ത്രസിക്കും നീ മന്നവന്റെ മനസ്സൊരു കുലയ്ക്കുന്ന വില്ലുപോലെ. ത്രസിക്കും നീ മന്നവന്റെ മനസ്സൊരു കുലയ്ക്കുന്ന വില്ലുപോലെ. എല്ലാം അറിയുന്നു ഞാനെന്ന സർവശക്തൻ. എല്ലാം അറിയുന്നു ഞാനെന്ന സർവശക്തൻ. അറിയാതുഴലുന്നു എന്തു ചെയ്യേണ്ടു ഞാൻ. അറിയാതുഴലുന്നു എന്തു ചെയ്യേണ്ടു ഞാൻ. അറിയാതുഴലുന്നു എന്തു ചെയ്യേണ്ടു ഞാൻ. ജന്മഫലമോ കർമ്മഫലമോ എന്നാർക്കറിയാം. ജന്മഫലമോ കർമ്മഫലമോ എന്നാർക്കറിയാം. ബ്രഹ്മത്തെ അറിഞ്ഞവനിവനെന്ന് ചൊൽക നീ പലവട്ടം എന്നോർമ്മയിൽ. ത്രസിക്കും നീ മന്നവന്റെ മനസ്സൊരു കുലയ്ക്കുന്ന വില്ലുപോലെ. ത്രസിക്കും നീ മന്നവന്റെ മനസ്സൊരു കുലയ്ക്കുന്ന വില്ലുപോലെ. തുടർന്നുള്ള വരികളും ദൃശ്യങ്ങളും കാണുമല്ലോ. ഈ കവിതയും നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ബ്രഹ്മത്തെ അറിഞ്ഞ ഇവൻ എന്ന്, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ഇവനെന്ന് ചൊൽക നീ പലവട്ടം എന്നോർമ്മയിൽ. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ഇവനെന്ന് ചൊൽക നീ പലവട്ടം എന്നോർമ്മയിൽ. ത്രസിക്കുന്നു മന്നവന്റെ മനസ്സൊരു കുലയ്ക്കുന്ന വില്ലുപോലെ. ത്രസിക്കും നീ മന്നവന്റെ മനസ്സൊരു കുലയ്ക്കുന്ന വില്ലുപോലെ. എല്ലാം അറിയുന്നു ഞാനെന്ന സർവശക്തൻ. എല്ലാം അറിയുന്നു ഞാനെന്ന സർവശക്തൻ. അറിയാതുഴലുന്നു എന്തു ചെയ്യേണ്ടു ഞാൻ. അറിയാതുഴലുന്നു എന്തു ചെയ്യേണ്ടു ഞാൻ. ജന്മഫലമോ കർമ്മഫലമോ എന്നാർക്കറിയാം. അറിയാതുഴലുന്നു എന്തു ചെയ്യേണ്ടു ഞാൻ. ജന്മഫലമോ കർമ്മഫലമോ എന്നാർക്കറിയാം. കാഞ്ഞിരത്തിൻ ഗുരുവാലിൽ ഇട്ടു കാത്തിരിക്കുന്നു കൈപ്പുനീർ മധുരമായി മാറിത്തീരാൻ. കാഞ്ഞിരത്തിൻ ഗുരു പാലിലിട്ടു കാത്തിരിക്കുന്നു കൈപ്പുനീർ മധുരമായി മാറിത്തീരാൻ. കണ്ണുനീർ ചാലിച്ചെഴുതുന്നു കൺമഷി പോലെ. കണ്ണുനീർ ചാലിച്ചെഴുതുന്നു കൺമഷി പോലെ. ഒരു ദുഃഖക്കടൽ നീന്തി തുടിക്കുന്നു ജഗദംബികേ. കണ്ണുനീർ ചാലിച്ചെഴുതുന്നു കൺമഷി പോലെ. ഒരു ദുഃഖക്കടലിൽ നീന്തി തുടിക്കുന്നു ജഗദംബികെ. ചൊല്ലാവതല്ല ഈ അഗ്നിപർവ്വതമാ മനസ്സെന്ന. ചൊല്ലാവതല്ല ഈ അഗ്നിപർവ്വതമാ മനസ്സെന്ന. ബ്രഹ്മാണ്ടം ചുമന്നു നീങ്ങുന്നു ഈ പ്രകൃതിയിൽ. ചൊല്ലാവതല്ല ഈ അഗ്നിപർവ്വതമാ മനസ്സെന്ന. ബ്രഹ്മാണ്ടം ചുമന്നു നീങ്ങുന്നു ഈ പ്രകൃതിയിൽ. ഒപ്പം സുഖത്തിന്റെ ശീതളിമ തേടി അലയുന്നു. ഒപ്പം സുഖത്തിന്റെ ശീതളിമ തേടി അലയുന്നു. കണ്ണീർ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു. ഒപ്പം സുഖത്തിന്റെ ശീതളിമ തേടി അലയുന്നു. കണ്ണീർ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു. ചെത്തിപ്പൂ ചൂടുന്നു ഞാനെന്റെ ലോകം സുഖമായി തീരാൻ. ചെത്തിപ്പൂ ചൂടുന്നു ഞാനെന്റെ ലോകം സുഖമായി തീരാൻ. ശാരദേ നീയാണു ശാരദാംബയെന്നു ചൊല്ലുന്നു ഞാൻ.
ചെത്തിപ്പൂ ചൂടുന്നു ഞാനെന്റെ ലോകം സുഖമായി തീരാൻ. ശാരദേ നീയാണു ശാരദാംബയെന്നു ചൊല്ലുന്നു ഞാൻ. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ഇവൻ എന്ന് ചൊൽക നീ പലവട്ടം എന്നോർമ്മയിൽ. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ഇവൻ എന്ന് ചൊൽക നീ പലവട്ടം എന്നോർമ്മയിൽ. ത്രസിക്കും നീ മന്നവന്റെ മനസ്സൊരു കുലയ്ക്കുന്ന വില്ലുപോലെ. ത്രസിക്കും നീ മന്നവന്റെ മനസ്സൊരു കുലയ്ക്കുന്ന വില്ലുപോലെ. എല്ലാം അറിയുന്നു ഞാനെന്ന സർവശക്തൻ, എല്ലാം അറിയുന്നു ഞാനെന്ന സർവശക്തൻ. അറിയാതുഴലുന്നു എന്തു ചെയ്യേണ്ടു ഞാൻ, അറിയാതുഴലുന്നു എന്തു ചെയ്യേണ്ടു ഞാൻ. ജന്മഫലമോ കർമ്മഫലമോ എന്നാർക്കറിയാം, ജന്മഫലമോ കർമ്മഫലമോ എന്നാർക്കറിയാം. ജന്മഫലമോ കർമ്മഫലമോ എന്നാർക്കറിയാം.